ശ്രീമതി ജിസ ജോസിൻ്റെ ആദ്യ നോവലായ മുദ്രിതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുന്നമംഗലം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പലായ ജിസ ജോസിൻ്റെ ആദ്യ നോവലാണ് മുദ്രിത. ആദ്യ നോവലെന്ന പ്രയോഗത്തെ അവിശ്വസനീയമാക്കുന്ന രചനാപാടവവും പാത്രസൃഷ്ടിയും ആശയസമ്പുഷ്ടിയും എല്ലാം ഇതിലുണ്ടെന്നത് ഭംഗിവാക്കല്ല. 10 സ്ത്രീകളുടെ സമരസപ്പെട്ടുപോകാത്ത ജീവിതത്തിൻ്റെ, പ്രണയത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, നോവിൻ്റെ, സഹനത്തിൻ്റെ കഥ പറയുകയാണ് മുദ്രിത. കുടുംബത്തിലും സമൂഹത്തിൻ്റെ ഇടയിലും അപമാനത്തിൻ്റെയും അവഗണനകളുടെയും അസഹ്യതകളുടെയും അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന 10 സ്ത്രീ ജീവിതങ്ങൾ. ഇനിയുള്ള ജീവിതം പാകപ്പെടുത്തുന്നതിന്, ജീവിച്ചു തീർക്കുന്നതിന് സ്വയം ഒരു വഴി വെട്ടിയുണ്ടാക്കിയേ പറ്റൂ എന്ന തോന്നലിൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണവർ. 10 സ്ത്രീകൾ മാത്രമുള്ള യാത്ര പോകുന്നത് ഒഡീഷയിലെ അത്ര കേട്ടുകേൾവിയില്ലാത്ത ചിത്രോത്പല എന്ന നദിയുടെ തീരത്തിലുള്ള ചില ഗ്രാമങ്ങളിലേക്കാണ്. അതിനായി ഏതാണ്ട് പൂട്ടിപ്പോയ ഹിമാദ്രി എന്ന ട്രാവൽ ഏജൻസിയിലെ അനിരുദ്ധനെയാണ് സംഘനേതാവ് മുദ്രിത സമീപിക്കുന്നത്. നേരിട്ടായിരുന്നില്ല. എല്ലാം ആസൂത്രണം ചെയ്തത് ഫോൺ വിളികളിലൂടെയും ഇമെയിലുകളിലൂടെയും ആയിരുന്നു. അടിസ്ഥാനപരമായി ഇതൊരന്വേഷണത്തിൻ്റെ കഥയാണ്. മുദ്രിത എന്ന സ്ത്രീയുടെ തിരോധാനം, അവരെ അന്വേഷിച്ചിറങ്ങിയ വനിത എന്ന പോലീസുകാരിയുടെ കഥ. ആ അന്വേഷണത്തിനിടയിലാണ് മുദ്രിത പ്ലാൻ ചെയ്ത ഈ വിചിത്രമായ യാത്രയെക്കുറിച്ച്, അതേറ്റെടുത്ത അനിരുദ്ധനെക്കുറിച്ച്, അതിലംഗങ്ങളായ മറ്റ് 9 സ്ത്രീകളെക്കുറിച്ച്, യാത്രയുടെ പരിണിതിയെക്കുറിച്ചെല്ലാമുള്ള ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നത്. മുദ്രിത എന്ന പേരുപോലെ തന്നെ സർവസമ്പന്നമാണ് ബാക്കി 9 പേരുടെ പേരുകളും. സർവരഞ്ജിനി, സഞ്ചാരിണി ദീപ്ത, ഉമാനാരായണി, ബേബി, വെണ്ണില, ഹന്ന, ശാശ്വതി, മരിയ നളിനി, മധുമാലതി എന്നിങ്ങനെയാണ് ആ പേരുകൾ. അവരിൽ അധ്യാപിക, മാധ്യമപ്രവർത്തക, തയ്യൽക്കാരി, ഹോം നേഴ്സ്, വീട്ടമ്മ, കന്യാസ്ത്രീ എല്ലാമുണ്ട്. ഈ പുറംകുപ്പായങ്ങളുടെ വ്യത്യസ്തതകൾക്കപ്പുറം പേരുകൾക്ക് ഘടകവിരുദ്ധമായ വൈകാരിക ദാരിദ്ര്യമോ ഒറ്റപ്പെടലോ ഒക്കെ എല്ലാവരിലുമുണ്ട്. പോരാളിയുടെ ജീനുകളും അതിരുകളില്ലാത്ത ആഘോഷത്തിൻ്റെ കിനാവുകളും അവരിലുണ്ട്. ഓരോ കഥാപാത്രത്തിൻ്റെയും മിഴിവുകൾ ഒഴിവാക്കാനാവാത്ത തിളക്കത്തോടെ ഉള്ളിൽ തട്ടുന്നതാണ്. ഇടയ്ക്കിടെ പറഞ്ഞുപോകുന്ന പുരാണ കഥകൾ, സാഹോയുടെ കവിതാശകലങ്ങൾ, ചന്ദ്രഭാഗ എന്ന ആത്മഹത്യ ചെയ്ത നദിയെക്കുറിച്ചും ചിത്രോത്പല എന്ന അവർ കാണാൻ ആഗ്രഹിക്കുന്ന നദിയെക്കുറിച്ചുമുള്ള കഥകളാണെല്ലാം. ആണധികാര ലോകക്രമത്തിൻ്റെ അശ്ലീലവും അക്രമോത്സുകവും ആത്മാർത്ഥതാരഹിതവുമായ ഇടപെടലുകളിൽ മാഞ്ഞുപോയ പെണ്ണടയാളങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. അനിരുദ്ധൻ എന്ന കഥാപാത്രം പോലും പൗരുഷത്തിൻ്റെ ഉടുപ്പു ചേരാതെ അപമാനിതനായി ആൺലോകത്തിന് അനഭിമതനായ ആളാണ്. അങ്ങനെ ആണുങ്ങളുടെ അവർ നിർമ്മിച്ച സമൂഹത്തിൻ്റെ അളവുപകരണങ്ങൾക്ക് അന്യരായിത്തീർന്ന അടിപൊളി മനുഷ്യരുടെ കഥയാണ് മുദ്രിത. കുട്ടിക്കാലത്തിൻ്റെ ഞെട്ടിത്തരിക്കലുകളും കൗമാരത്തിൻ്റെ കൗതുകങ്ങളും യൗവനത്തിൻ്റെ പ്രണയോന്മാദവും എല്ലാം കഴിഞ്ഞ് മധ്യവയസ്സിൽ എന്നോ സ്ഫടികപാത്രത്തിൽ അടച്ചുവെച്ച കുപ്പിവളത്തുണ്ടുകൾ പോലെയുള്ള മോഹങ്ങൾ തേടിയിറങ്ങിയ പെണ്ണുങ്ങളുടെയും കൂട്ടുപോയ ഒരു മനുഷ്യൻ്റെയും കഥയാണ് മുദ്രിത. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ചരടിൽ കോർത്ത മാല പോലെ അത്രമേൽ സ്വാഭാവികതയോടെ ഇണങ്ങിച്ചേർന്ന അധ്യായങ്ങൾ, അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത വാക്കുകൾ പോലെ ശക്തമായ എഴുത്ത്, സ്ത്രീ മനസ്സുകളുടെ കൃത്യമായ അപഗ്രഥനവും ആവിഷ്കാരവും. ഇന്നിൻ്റെ സഞ്ചാരപഥങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെവിടെയൊക്കെയോ നിങ്ങളുണ്ട്, ഞാനും. നമ്മൾ പിന്നിട്ട നാൾവഴികളുണ്ട്. കടന്നു ചെല്ലാനിരിക്കുന്ന സ്വപ്നഭൂമികളുടെ മഴവിൽ കൂടാരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ നടുത്തളത്തിൽ നിറങ്ങളോടെ നടന്നുപോയ പെൺ ജീവിതത്തിൻ്റെ പൊടുന്നനെയുള്ള മാഞ്ഞുപോകലിൻ്റെ വികാരനിർഭരമായ ഒരാവിഷ്കാരം. അതാണ് മുദ്രിത. മുദ്രിതയിലെ ഈ വരികൾ കൂടി പറയട്ടെ. ഞാൻ ഒരു കണ്ണ്, നീ എൻ്റെ കാഴ്ച. ഞാൻ ഒരു ഉറവ, നീ എൻ്റെ ജലം. ഞാൻ ഒരു യാത്രിക, നീ എൻ്റെ വഴി. അപ്പോൾ മുദ്രിതയെ അന്വേഷിച്ചിറങ്ങിയ വനിത എന്ന വനിതാ പോലീസുകാരിയോ? അതിലൊരു സർപ്രൈസ് ഉണ്ട്. ഈ പകിട്ടുള്ള പെണ്ണുങ്ങളെ പെറുക്കിക്കൂട്ടി വർണ്ണപ്പമ്പരമുണ്ടാക്കിയവളുടെ സർപ്രൈസ്. നോവൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. വായിച്ചു തന്നെ അതറിയുക. ഈ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നല്ലതായി തോന്നിയത്
സൗഹൃദങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് നിരന്തരമായ കണ്ടുമുട്ടലുകളിൽ മാത്രമല്ല എന്നതും ഉപാധികളില്ലാത്ത സൗഹൃദത്തിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് വായനക്കാർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതും ഈ നോവലിൽ വ്യക്തമാണ്. ഒരു സ്ത്രീ ജീവിതവും ആർക്കും അടിമപ്പെടുന്നില്ല. സാഹചര്യങ്ങൾ ഏൽപ്പിക്കുന്ന നിർബന്ധങ്ങളിൽ അവൾ അങ്ങനെ ആയിത്തീരുകയാണ്. ആ ചങ്ങല പൊട്ടിച്ചെറിയുന്നതിനുള്ള ത്വര അവളിൽ എപ്പോഴും ഒരു തീയായി എരിയുന്നുണ്ട്. അതാളിക്കത്തുന്ന സന്ദർഭങ്ങളിൽ ആത്മഹത്യകളിലേക്കും യാത്രകളിലേക്കുമൊക്കെയായി അഭയം പ്രാപിക്കുന്നു. ഇപ്പോഴുള്ള ജീവിതക്രമങ്ങളിൽ നിന്ന് താൽക്കാലികമായൊരു വിടുതൽ, അതുമല്ലെങ്കിൽ ഒരു പറിച്ചുനടൽ ഇത്തരം യാത്രകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നു. ഇതിൽ വിയോജിപ്പ് തോന്നിയത് 10 സ്ത്രീകൾ മാത്രമുള്ള യാത്രയെന്ന് പറയുമ്പോഴും അനിരുദ്ധൻ അവരോടൊപ്പമുണ്ട്. ആ യാത്രയെ നയിക്കുന്നത് തന്നെ, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് തന്നെ അനിരുദ്ധനാണ്. ഹിമാദ്രി എന്ന പൂട്ടിപ്പോകാറായ ട്രാവൽ ഏജൻസിയുടെ ഉടമ. അതുപോലെ ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന ത്വര ഉള്ളിലുള്ള സ്ത്രീകൾ എന്തുകൊണ്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സമീപിച്ചില്ല യാത്ര നയിക്കാൻ? ഈ ഒരു കാര്യത്തോടുള്ള വിയോജിപ്പ് ഈ നോവൽ എത്രയൊക്കെ സ്ത്രീപക്ഷ നോവലെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല.